ഇന്നലെ പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയ ദിവസം KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്ത് 13 ലക്ഷത്തിലേറെ വനിതാ യാത്രികർ. കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷിച്ച് 5.5 ലക്ഷത്തിലധികം വനിതാ യാത്രക്കാരുടെ വർധന ഉണ്ടായി എന്ന് KSRTC പറയുന്നു. ഷബീദ് റാവത്ത് വാർത്തയുടെ അപ്ഡേറ്റ് നൽകാൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പുരുഷന്മാരെ വിലയിടിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ. വെരി ഗുഡ് മോർണിംഗ്. അമ്പേ പുരുഷന്മാരുടെ എണ്ണം ഓർഡിനറി ബസ്സുകളിൽ കുറഞ്ഞു എന്നുള്ള കാര്യം അത് ഈ കണക്കുകളിൽ വ്യക്തമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച 6,94,799 പുരുഷന്മാർ KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്തു. എന്നാൽ ഇന്നലെ അത് 2,26,673 പുരുഷന്മാരായി കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇന്നലെ 4,68,126 പുരുഷന്മാരുടെ കുറവ് അത് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം 5 ലക്ഷത്തിലധികം വനിതാ യാത്രക്കാരുടെ എണ്ണവും കൂടി എന്നുള്ളത് കണക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് 8-ാം തീയതി 7,34,693 വനിതകൾ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്തെങ്കിൽ ഇന്നലെ അത് 13,29,938 യാത്രക്കാർ, അതായത് ഏതാണ്ട് 5,95,245 വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ ഇന്നലെ KSRTCയിൽ ഉണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സീറോ ടിക്കറ്റുകളുടെ അല്ലെങ്കിൽ ഈ സൗജന്യ യാത്ര ചെയ്ത സ്ത്രീകളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 7,83,115 ആ സ്ത്രീകൾ ഇന്നലെ സീറോ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടുണ്ട് KSRTC ഓർഡിനറി സർവീസിൽ. ഈ സീറോ ടിക്കറ്റ് വരുമാന നഷ്ടം, അതായത് സർക്കാർ KSRTCക്ക് സൗജന്യ യാത്രയിൽ ഇന്നലെ മാത്രം നൽകേണ്ട തുക അത് 1,59,56,801 രൂപയാണ്. ഏതായാലും ഇന്നലത്തെ ഈ കണക്ക് കൊണ്ട് മാത്രം കാര്യങ്ങൾ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഇത്രയും കോടി രൂപയാണ് അല്ലെങ്കിൽ 1,59,00,000 കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സർക്കാർ സഹായമായി കൊടുക്കേണ്ടത് ഒരു ദിവസം എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയും. 9 മണി മുതലായിരുന്നു സൗജന്യ യാത്ര. അതിനു മുൻപ് ടിക്കറ്റ് വരുമാനം ഓർഡിനറിക്ക് വനിതാ യാത്രക്കാരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും നാളത്തെയും ഇന്നത്തെയും ഒക്കെ കണക്കുകൾ ചേർത്തായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് KSRTC എത്തുക. ഏതായാലും ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടന വേദിയിൽ പറഞ്ഞതുപോലെ അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത സർവീസുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നൊക്കെ കാര്യം അത് ഈ യാത്രക്കാരുടെ എണ്ണം അതേപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും എടുക്കുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.